ഹലോ എവരി വൺ നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CSE ഒളിമ്പിയാഡ് 5.0നെ കുറിച്ചിട്ടാണ്. അതിന്റെ പ്രോസസ് ഫ്ലോ ആണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് എന്താണ് CSE ഒളിമ്പിയാഡ് 5.0 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദ ബെനിഫിറ്റ്സ് ഓഫ് CSE ഒളിമ്പിയാഡ് 5.0 അല്ലെങ്കിൽ ഓൾ അബൌട്ട് ഓഫ് CSE ഒളിമ്പിയാഡ് 5.0. ഒന്നാമത് 3 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടത്താവുന്ന ഒരു ഓൺലൈൻ ദേശീയ മത്സര പരീക്ഷയാണ് CSE ഒളിമ്പിയാഡ് എന്ന് പറയുന്നത്. സൂചിപ്പിക്കുന്നത് പോലെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനോടൊപ്പം മത്സര മനോഭാവം വളർത്തിയെടുക്കുക എന്നതാണ് CSE ഒളിമ്പിയാഡ് 5.0ന്റെ ലക്ഷ്യം. എല്ലാവർക്കും അറിയാം, നമുക്ക് മത്സര പരീക്ഷയിൽ കുട്ടി പങ്കെടുക്കുമ്പോഴാണ് ഭാവിയിൽ അവർക്ക് UPSC PSC തുടങ്ങിയ ഓൺലൈൻ മത്സര പരീക്ഷ അഭിമുഖീകരിക്കാൻ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. CSE ഒളിമ്പിയാഡ് ഇപ്പോഴത്തെ 5.0യിൽ ഒരു ബെറ്റർ കുട്ടികളുടെ ക്യാഷ് അവാർഡും മറ്റു സമ്മാനവുമാണ് കൊടുക്കുന്നത്. ബട്ട് അതിന്റെ എമൗണ്ട് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടില്ല. ബട്ട് എത്രയും പെട്ടെന്ന് അത് അനൗൺസ് ചെയ്യുന്നതാണ്. അതിന്റെ മുറയ്ക്ക് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. സോ ഇപ്രാവശ്യത്തെ CSE ഒളിമ്പിയാഡിനെ കുറിച്ചിട്ട് ഒന്ന് പറയാനുള്ളത്, 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അതിൽ 3 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അതായത് മലയാളം അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എന്തിന് എക്സാമിന് വേണ്ടിയിട്ട്. അതിനുശേഷമുള്ള 9 മുതൽ 12th വരെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയാണ് മേജർ ആയിട്ടുള്ളത്. ബട്ട് ലോക്കൽ ലാംഗ്വേജ് മറാത്തി തമിഴൊക്കെ ചില സബ്ജക്റ്റിനുണ്ട്. ബട്ട് മേജർ ആയിട്ട് ഇംഗ്ലീഷ് ഹിന്ദി മാത്രമാണ്. അപ്പോൾ 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ഇംഗ്ലീഷ് ഹിന്ദി മറ്റൊരു ഭാഷയ്ക്ക് പുറമെ അവരുടെ മാതൃഭാഷ അവർക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് എക്സാമിന്. ഇതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത്. ജസ്റ്റ് ഇതിൽ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു 5 പ്രാക്ടിക്കൽ ടെസ്റ്റും ഒരു മെയിൻ ടെസ്റ്റും കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ഡീറ്റെയിൽഡ് റിപ്പോർട്ടും കാണാവുന്നതാണ്. 5 പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ മെയിൻ ടെസ്റ്റിന് നിർബന്ധമായിട്ടും അവർക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉണ്ടായിരിക്കണം വിത്ത് വെബ് ക്യാം എനാബിൾഡ്. അല്ലാതെ മൊബൈൽ ഒരിക്കലും മെയിൻ ടെസ്റ്റ് അവർക്ക് എഴുതാൻ സാധിക്കില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, CSE ഒളിമ്പിയാഡിനെ 2 തരത്തിലാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2 എക്സാമിന്. ഓപ്ഷൻ 1 ചൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും ഏകദേശം നവംബർ ടു ഡിസംബറിനുള്ളിൽ എക്സാം കഴിയുന്നതാണ്. ഓപ്ഷൻ 2 ആണ് കുട്ടികൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസംബർ ടു ജാനുവരി വരെയാണ് അവർക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഉദാഹരണത്തിന് നവംബർ 8 ടു 10 വരെയാണ് ഓപ്ഷൻ 1 ആണെങ്കിൽ 3 ദിവസം. അതല്ല ഓപ്ഷൻ 2 ആണ് കുട്ടി സെലക്ട് ചെയ്തതെങ്കിൽ ഡിസംബർ 17 മുതൽ 20ാം തീയതി വരെയുണ്ട്. എക്സാമിനേഷൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ ഓപ്ഷനും ഓരോ ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം വീഡിയോ ദൈർഘ്യമായി പോകും. എക്സാമിനേഷൻ എന്ന് പറയുന്നത് 3 ദിവസമാണ് ഒരു കുട്ടിക്ക് ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി കിടക്കുന്നത്. രാവിലെ 9 ടു വൈകിട്ട് 6 മണിനുള്ളിൽ കുട്ടിക്ക് എന്ത് ചെയ്യാം, എക്സാം ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഒരു ബ്രീഫായിട്ട് നമുക്ക് എന്താണ് CSE ഒളിമ്പിയാഡിനെ കുറിച്ചിട്ട് പറയാവുന്നത്. ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നേരെ പ്രോസസ് ഫ്ലോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ആദ്യം എന്ത് ചെയ്യുക, ഡിജിറ്റൽ സേവ പോർട്ടലിൽ സെർച്ച് ബട്ടണിൽ ഒളിമ്പിയാഡ് എന്ന് ടൈപ്പ് ചെയ്യാം. ഒളിമ്പിയാഡ് എന്ന് ടൈപ്പ് ചെയ്താൽ CSE ഒളിമ്പിയാഡ് കാണാൻ സാധിക്കും. ചിലപ്പോൾ പഴയ സൈറ്റിലായിരിക്കും പോവാം. എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മറ്റുള്ള വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ പോർട്ടൽ എപ്പോഴും മന്ത്ലിയെങ്കിലും ആക്ടിവേറ്റ് ചെയ്യണം. കാരണം CSEയുടെ പുതിയ സർവീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് നമ്മുടെ പോർട്ടലിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും പോർട്ടൽ എന്ത് ചെയ്യുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. അതിന് നിങ്ങൾ വലത് ഭാഗത്ത്, ഏറ്റവും വലത് ഭാഗത്ത് ഒരു പച്ച ഐക്കൺ കാണാൻ സാധിക്കും. ഇവിടെ ലോഗൌട്ടിന്റെ തൊട്ടടുത്ത ഭാഗത്തായിട്ട് റിഫ്രഷ് കോൺഫിഗറേഷൻ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോർട്ടൽ അപ്ഡേറ്റ് ചെയ്യാം. പോർട്ടൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒളിമ്പിയാഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ CSE ഒളിമ്പിയാഡ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CSE ഒളിമ്പിയാഡിന്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് CSE olympiad.org എന്ന് അടിച്ചു കഴിഞ്ഞാൽ CSE ഒളിമ്പിയാഡിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അവിടെ വലതുഭാഗത്ത് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും VLE ലോഗിൻ. ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. VLE ലോഗിൻ ക്ലിക്ക് ചെയ്യാം. VLE ലോഗിൻ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ലോഗിൻ കാണിക്കുന്നത്. അതല്ലെങ്കിൽ VLE ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, ലോഗിൻ വിത്ത് ഡിജിറ്റൽ സേവ കണക്ട്. ജസ്റ്റ് ലോഗിൻ വിത്ത് ഡിജിറ്റൽ സേവ കണക്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ CSE ID പാസ്വേഡ് അടിക്കുക. ദെൻ ക്യാപ്ച ടൈപ്പ് ചെയ്യാം. സൈൻ ഇൻ കൊടുക്കാം. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നീട് കാണുന്ന ഡാഷ്ബോർഡ് ഇങ്ങനെയായിരിക്കും. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ജസ്റ്റ് ഏതാണ് കുട്ടി എന്നുള്ളത്, ആ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുകയാണ്. ദെൻ കുട്ടിയുടെ ഇമെയിൽ ID നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. കുട്ടിയുടെ മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്,
ദെൻ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അവരുടെ ഫാദറുടെ പേര്, സ്റ്റേറ്റ്, അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ഏത് സ്കൂളിലാണോ കുട്ടി പഠിച്ചിരിക്കുന്നത് ആ സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ദെൻ അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഏതാണ് കുട്ടി ഇപ്പോൾ പഠിക്കുന്ന ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് വലത് ഭാഗത്ത് നിങ്ങൾക്ക് അതിൽ ഏത് സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടതെന്നുള്ളത് കാണിക്കും. ഓക്കെ, ഒളിമ്പിയാഡ് ഇംഗ്ലീഷ് ആണോ, ഹിന്ദി ആണോ, മാത്തമാറ്റിക്സ് ആണോ, സയൻസ് ആണോ സബ്ജക്ട്. ഇപ്പോൾ കുട്ടി 11th പഠിക്കുന്നതെങ്കിൽ സബ്ജക്ട് കുറച്ചും കൂടി കൂടുതലുണ്ടാവും നിങ്ങൾക്ക്. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ഏത് ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വലത് ഭാഗത്ത് അതിന്റെ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് CSE ഒളിമ്പിയാഡിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഏതാണ് പെർ സബ്ജക്റ്റിനാണ് 299 റുപ്പീസ് എന്ന് പറയുന്നത്. അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സബ്ജക്റ്റ് കുട്ടിക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ദെൻ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ്, 1 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്നതാണ്. നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ജസ്റ്റ് ക്ലിക്ക് ഓൺ പേ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 299 റുപ്പീസ് ആണ് സെയിൽ എമൗണ്ട് ഉള്ളത്. അതായത് ഇതിന്റെ വില എന്ന് പറയുന്നത് 204 ആണ് നിങ്ങളുടെ വാളറ്റ് ഡിഡക്ഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ 100 റുപ്പീസ് ആണ്. അപ്പോൾ ഇവിടെ 204 വാളറ്റ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് 5% TDS ആണ്. അതായത് നിങ്ങൾക്ക് 100 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ 5% TDS എന്ന് പറയുമ്പോൾ 5 രൂപ നിങ്ങൾക്ക് എന്താവും TDS ആയിട്ട് പിടിക്കപ്പെടും. ആ TDSും കൂടി ഓൾറെഡി നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തിട്ടാണ് ഈ 204 എന്ന് പറയുന്നത്. അപ്പൊ 5 രൂപ നിങ്ങൾക്ക് TDS ആയിട്ട് നിങ്ങൾക്കിടെ പാനിൽ അത് ക്രെഡിറ്റ് ആയിട്ട് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഇവിടെ 204 എന്ന് പറയുന്നത്. സോ ഓവറോൾ നിങ്ങൾക്ക് 100 രൂപ കമ്മീഷൻ ആയിട്ട് കിട്ടും. ദെൻ അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് അടിക്കാം, വാലിഡേറ്റ് കൊടുക്കാം. ദെൻ അതിനുശേഷം നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് വാളറ്റ് പിൻ അടിക്കാം, ക്ലിക്ക് ചെയ്യും, വാളറ്റ് പിൻ എടുക്കാം, സബ്മിറ്റ് കൊടുക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റിൽ എന്തുണ്ടാവും, VLയുടെ യൂസർ നെയിം ഉണ്ടാവും. പാസ്വേഡ് VL ഇല്ല, സ്റ്റുഡന്റിന്റെ യൂസർ നെയിം ഉണ്ടാവും. പാസ്വേഡ് എന്ന് പറയുന്നത് കുട്ടിക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസിൽ തന്നെ മെയിലിലും ഇമെയിൽ ID യിലും കുട്ടികൾക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് കുട്ടിക്ക് പാസ്വേഡ് SMS ആയിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ യൂസർ നെയിം SMS ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഇടത് ഭാഗത്ത് മൈ ട്രാൻസാക്ഷൻ ഉണ്ടാവും. മൈ ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് രജിസ്ട്രേഷൻ കാണാൻ സാധിക്കും. ലിസ്റ്റ് ഓഫ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാം. ലിസ്റ്റ് ഓഫ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത എല്ലാ കുട്ടികളുടെ യൂസർ നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ യൂസർ നെയിമാണ് കുട്ടിയുടെ യൂസർ നെയിം SMS ആയിട്ട് വരിക. പിന്നീട് പാസ്വേഡ് എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പാസ്വേഡ്. സോ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുട്ടികളോട് യൂസർ നെയിം ഇവിടെ കാണിച്ചു കൊടുക്കാം. പാസ്വേഡ് അവരുടെ പാസ്വേഡ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അവർ ലോഗിൻ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ CSEolympiad.org എന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ മാത്രമല്ല ജസ്റ്റ് കാണിച്ചിട്ട് അവിടെ സ്റ്റുഡന്റ് ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ സ്റ്റുഡന്റ് ലോഗിൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്റ്റുഡന്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് കുട്ടിക്ക് വന്ന ആ യൂസർ നെയിമും പിന്നെ അവരുടെ പാസ്വേഡും അടിച്ച് ക്യാപ്ച കൊടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.